ശരിക്കും എന്നെ ചിന്തിപ്പിച്ചൊരു ആരാധന. ഒരാലയത്തിലുള്ളവർ മുഴുവൻ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മുന്നിൽ നീലക്കുപ്പായമിട്ട അവരുടെ പാസ്റ്ററും. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഇത് പാസ്റ്ററുടെ രണ്ടാമത്തെ മകൾ രൂത്ത്. അവിടെ വീട്ടിൽ വന്ന ഞങ്ങളോടുള്ള ആദരവ് ആ കുഞ്ഞ് കാണിക്കുന്ന കണ്ടോ. മുഴങ്കാലയിൽ നിന്ന് ഞങ്ങൾക്കെല്ലാം കൈ തന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് പാസ്റ്ററുടെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് ലഞ്ച് ഒരുക്കിയത്. ആഹാരത്തിന് ശേഷം ഞങ്ങളെ പിടിച്ചിരുത്തി ചങ്കു പിടയ്ക്കുന്ന ആ കഥ ഞങ്ങളോട് പറയും. ഇവൾ എൻ്റെ കൂടെ ഇന്നിരിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്തവളായിരുന്നു. ആലയത്തിൽ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ, അവൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നനയും. കാര്യം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തകിടം മറിഞ്ഞ ഒരു രാത്രി. മെഡിക്കൽ സയൻസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗത്തിന് എൻ്റെ മകൾ അടിമയായി തീർന്നു. ഒരുപക്ഷെ ക്യാൻസർ ആയിരിക്കാം എന്നുള്ള നിഗമനത്തിൽ അവളുടെ ശരീരത്തിൽ അവൾക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തുള്ള കീമോകൾ എടുക്കാൻ തുടങ്ങി. അപ്പനെന്ന നിലയിൽ, അമ്മയെന്നുള്ള നിലയിൽ, ഒരു അമ്പിൻപാട് ദൂരത്ത് കുഞ്ഞു പിടഞ്ഞു മരിക്കുന്ന കാണാൻ വയ്യാതെ ആഹാർ ഓടി മറിഞ്ഞ പോലെ ഞങ്ങൾ മറഞ്ഞു. സ്നേഹിച്ചവരാകുന്നു. പാടിയവരും കൈയടിച്ചവരും കൂടെയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ കണ്ടു. ആകാറിൻ്റെ ബാലൻ്റെ കണ്ണുനീർ കണ്ട് ഇറങ്ങി വന്ന ദൈവം എൻ്റെ കുഞ്ഞിനെ തൊട്ട് സൗഖ്യമാക്കുന്നു. ഇനിയും പറ പാസ്റ്റർ, ഞാൻ അടങ്ങി നിന്ന് ആരാധിക്കണം. ആർക്കും ചെയ്തു തരാൻ പറ്റാത്ത കാര്യം സ്വർഗം ചെയ്തപ്പോൾ അതെൻ്റെ ആലയത്തിൽ വന്ന് ഞാൻ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കും. ഇന്ന് എൻ്റെ കുഞ്ഞ് ആരോഗ്യത്തോടെ എല്ലാ കാര്യം ചെയ്യാൻ തുടങ്ങി. ഇനി നിങ്ങൾ പറ, ഈ ദൈവദാസൻ ആരാധിക്കുന്നത് കുറഞ്ഞു പോയോ, അതോ നിങ്ങളുടെ കണ്ണിൽ കൂടിപ്പോയോ?